ഈ വർഷത്തെ മൺസൂൺ കാല ട്രോളിംഗ് നിരോധനം ജൂൺ 9 അർദ്ധരാത്രി മുതൽ ജൂലൈ 31 വരെ പ്രാബല്യത്തിൽ. കണ്ണൂർ ജില്ലയിൽ 157 ട്രോളറുകളാണ് നിലവിലുള്ളത്. ഈ വർഷത്തെ മൺസൂൺ കാല ട്രോളിംഗ് നിരോധനം ജൂൺ 9 അർദ്ധരാത്രി മുതൽ ജൂലൈ 31 വരെ പ്രാബല്യത്തിൽ വന്നു. പാലക്കോട് ഫിഷ് ലാൻഡിംഗ് കേന്ദ്രത്തിലെ മണൽത്തിട്ട പ്രശ്നം നേരിലറിയാൻ ജൂൺ 6 ഡെപ്യൂട്ടി കളക്ടർ സ്ഥലം സന്ദർശിക്കുമെന്നും കളക്ടർ അറിയിച്ചു. കണ്ണൂർ ജില്ലയിൽ 157 ട്രോളറുകളാണ് നിലവിലുള്ളത്. മത്സ്യബന്ധന ബോട്ടുകൾ ട്രോളിംഗ് നിരോധന കാലയളവിൽ മത്സ്യബന്ധനം നടത്താൻ പാടില്ല. എന്നാൽ മറ്റു വിഭാഗത്തിൽപ്പെട്ട യാനങ്ങൾക്ക് ട്രോളിംഗ് ഒഴികെയുള്ള മത്സ്യബന്ധന രീതികൾ അനുവർത്തിക്കാം. ട്രോളിംഗ് കണക്കിലെടുത്ത് ഇതര സംസ്ഥാന ബോട്ടുകൾ ജൂൺ 9 മുൻപായി തീരം വിട്ടുപോകണം. അല്ലാത്തപക്ഷം യാന ഉടമകൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കും. 9 വൈകുന്നേരത്തോടെ എല്ലാ ട്രോളിംഗ് ബോട്ടുകളും കടലിൽ നിന്ന് സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയിട്ടുണ്ടെന്ന് മറൈൻ എൻഫോഴ്സ്മെന്റും തീരദേശ പോലീസും ഉറപ്പാക്കും. ഇതര സംസ്ഥാന ബോട്ടുകൾ ട്രോളിംഗ് നിരോധന സമയത്ത് സംസ്ഥാനത്തിന്റെ ടെറിട്ടോറിയൽ ഏരിയയിൽ പ്രവേശിക്കുന്നത് തടയുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കും. ട്രോളിംഗ് നിരോധനം ഫലപ്രദമായി നടപ്പാക്കാൻ തലായി, അഴീക്കൽ തുറമുഖങ്ങളിൽ 2 ബോട്ടുകൾ വാടകയ്ക്ക് എടുക്കാനുള്ള നടപടി തുടങ്ങി. കടൽ രക്ഷാപ്രവർത്തനം കാര്യക്ഷമമാക്കുന്നതിന് നിലവിലെ ലൈഫ് ഗാർഡുമാർക്ക് പുറമെ 4 പേരെ പുതുതായി തിരഞ്ഞെടുക്കും. ആവശ്യഘട്ടങ്ങളിൽ രക്ഷാപ്രവർത്തനത്തിനായി പരിശീലനം ലഭിച്ച 9C റെസ്ക്യൂ ഗാർഡുമാരെ മാട്ടൂൽ, പുതിയങ്ങാടി ഫിഷ് ലാൻഡിംഗ് കേന്ദ്രം, പാലക്കോട് ഫിഷ് ലാൻഡിംഗ് കേന്ദ്രം, തലായി, അഴീക്കൽ തുറമുഖങ്ങൾ എന്നിവിടങ്ങളിൽ വിന്യസിച്ചിട്ടുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.